കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ മലയാളി ഉൾപ്പെടെ 27 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സൈന്യം തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. 4 ഭീകരരെ സൈന്യം വധിച്ചു കഴിഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നടത്താനിരുന്ന UP സന്ദർശനം റദ്ദാക്കി. ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകുന്ന തരത്തിൽ വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉടനെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അടിയന്തര ഉന്നതതല യോഗം ചേർന്നിരുന്നു. രാവിലെ 7 മണിയോടെ ഡൽഹിയിലെത്തിയ നരേന്ദ്രമോദി ഡൽഹി വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലെ ലോഞ്ചിൽ വെച്ചാണ് യോഗം ചേർന്നത്. യോഗത്തിൽ വിദേശകാര്യമന്ത്രി ജയ്ശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തുടങ്ങിയവർ സംബന്ധിച്ചിരുന്നു. ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ച വിവരങ്ങൾ അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ഭീകരാക്രമണം നടന്ന ഉടനെ തന്നെ അമിത്ഷാ കാശ്മീരിലെത്തിയതും പ്രധാനമന്ത്രി സൗദിയിൽ നിന്നും തിരികെ എത്തിയതും കനത്ത തിരിച്ചടി നൽകുവാനാണ് സർക്കാർ നീങ്ങുന്നതെന്നതിന്റെ സൂചനയായാണ് കരുതുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി ഇന്ന് വൈകിട്ട് 6-ന് യോഗം ചേരും. അതിനിടെ ഇന്ന് ബാരാമുള്ളയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 4 ഭീകരരെ സൈന്യം വെടിവെച്ചു കൊന്നിരുന്നു. പൂഞ്ചിലും വെടിവെപ്പുണ്ടായി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിക്ക് ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം അവസാനിപ്പിച്ചേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന്റെ പ്രവർത്തനം നിർത്തിയേക്കും. ഒപ്പം സിന്ധു നദീജല കരാർ റദ്ദാക്കിയേക്കുമെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ഏത് നിമിഷവും പോരാട്ടത്തിനു തയ്യാറായിരിക്കാനും കേന്ദ്രം സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കർശനമാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കര വ്യോമസേന മേധാവികളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർണായക സന്ദേശം നൽകിയത്. സൈനികമായും നയതന്ത്രപരമായും എങ്ങനെ മുന്നോട്ടു പോകണമെന്നതിനെക്കുറിച്ചും എത്രനാൾ നീണ്ടുപോകുമെന്നതിനെക്കുറിച്ചും വ്യക്തതയില്ല. ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. കടുത്ത നടപടികളിലൂടെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യവുമായി ബന്ധം പുലർത്താൻ താൽപ്പര്യമില്ല എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകാൻ ശ്രമിക്കുന്നത്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.